ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഒരു 94 മോഡൽ ബുള്ളറ്റ് ഒരു പുതിയ വർക്കുമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ പ്ലാറ്റിനം പോയിൻ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇലക്ട്രോണിക് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പ്ലാറ്റിനം പോയിൻറ്റിന് ഒത്തിരിയും എല്ലാവർക്കും ലോങ്ങ് ഓടാനുള്ള ഒരു പ്രയാസവും, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഇത് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാറ്റിനം പോയിൻറ്റിനകത്ത് വെള്ളം കയറിയാലോ നമ്മുടെ ഈ വണ്ടി പിന്നെ സ്റ്റാർട്ടാകത്തില്ല. പിന്നെ അത് അഴിച്ച് അവിടെ വെയിലത്ത് വെച്ച് ഉണക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ, അതായത് ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടി ക്ലാസിക്കിൻ്റെ ആ സെയിം സാധനം ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക്കിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ പുതിയ വണ്ടി ക്ലാസിക് എങ്ങനെയാണോ ഓടുന്നത് ആ സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ചെയ്യാനുള്ളൊരു പ്രത്യേകത, നമ്മളൊരു കാരണം. അപ്പം വെള്ളം കയറി ഇപ്പം മഴയത്ത് പോയി ആ പ്ലാറ്റിനം പോയിൻ്റ് അതായത് പ്ലാറ്റിനം പോയിൻറ്റിനകത്ത് ഒന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ വണ്ടി നിന്ന് പോകും. അതുപോലെ തന്നെ ഒരു പ്ലഗ് ഒന്ന് പോയാലോ വണ്ടി നിന്ന് പോകും. അപ്പോൾ നമ്മളിതിനകത്ത് 2 പ്ലഗും ആഡ് ചെയ്തിട്ടുണ്ട്, ഈ 2 ഓപ്ഷനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ബ്രേക്ക് ആയാൽ അടുത്തതിൽ ഓടിപ്പോകും, ഒരു കാരണവശാലും വഴി നിൽക്കത്തില്ല. അതുപോലെ അതിനകത്ത് വെള്ളം കയറിയാൽ പ്രശ്നമില്ല, കാരണം CD യൂണിറ്റിനകത്ത് എന്തായാലും വെള്ളം കയറത്തില്ല. CDIക്കകത്ത് നമ്മൾ ടൂൾ ബോക്സിനകത്ത് ഇപ്പോഴത്തെ പുതിയ ക്ലാസിക്കിനകത്ത് CD യൂണിറ്റ് വരുന്നത് ഈ ടൂൾ ബോക്സിനകത്താണ്. അപ്പോൾ നമ്മൾ ടൂൾ ബോക്സിനകത്ത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഇത് ചെയ്യാനുള്ള ഒരു കാരണം. ഒരു കാരണവശാലും ധൈര്യത്തെ എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പം ഒരു തൃശ്ശൂരോ പാലക്കാടോ ഒന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം പോയിന്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മഴ പെയ്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ കയറി തിരിച്ചു വരുമ്പോഴേക്കും സ്റ്റാർട്ടാകത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട, കാരണം പ്ലാറ്റിനം പോയിന്റിൽ നിന്ന് പോയാൽ അടുത്ത ഓപ്ഷനിലിട്ട് നമ്മുടെ ഈ വണ്ടി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും. അതാണ് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ ഇത് സെൽഫ് സ്റ്റാർട്ടർ ചെയ്തിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ടർ ഈ കസ്റ്റമർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ സെൽഫ് സ്റ്റാർട്ടർ ചെയ്തത്. സെൽഫ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യം ഇത് ചെയ്യുന്നതിനെത്തില്ല. അതായത് സെൽഫ് സ്റ്റാർട്ടർ ഇല്ലാത്ത വണ്ടിക്കും ഈ 2 ഫംഗ്ഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യാം, 2 പ്ലഗും വർക്ക് ചെയ്യിപ്പിക്കാം. സെൽഫ് സ്റ്റാർട്ടർ വേണമെന്നില്ല. സെൽഫ് കൂടെ ആവശ്യമുണ്ടെങ്കിൽ സെൽഫ് കൂടെ ചെയ്താൽ മതി. സെൽഫ് നമുക്ക് ഉപയോഗമില്ല. സെൽഫ് ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും നല്ല ഗുണം തന്നെ. അതുപോലെ ട്രാഫിക്കിലൊന്നും നിന്ന് പോയാൽ ഈ പ്ലാറ്റിനം പോയിന്റ് നോക്കി സെൻറ്റർ ആക്കി എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇലക്ട്രോണിക്കിൽ കിടക്കുന്നെങ്കിൽ അങ്ങ് അടിച്ച് പോയാൽ മതി. പ്ലാറ്റിനം പോയിന്റിലാണെങ്കിൽ ആ റീകംപ്രഷൻ യൂണിറ്റ് പിടിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കങ്ങ് പോയാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സെൽഫ് വേണമെന്നില്ല. സെൽഫ് ഇല്ലെങ്കിലും ഈ 2 കാര്യം ഇതിനകത്ത് ചെയ്യാം. 2 ഓപ്ഷനും ചെയ്യാം, 2 പ്ലഗും ചെയ്യാം. പുതിയ മോഡൽ സിസ്റ്റത്തിലേക്ക് ആവുകയും ചെയ്യും. പഴയതിൽ വിൻറ്റേജിൽ തന്നെ ഓടിക്കാനുള്ള ആഗ്രഹമൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെയും ഓടിക്കാം. ഒന്ന് പഴയതിൻ്റെ ഒരു സാധനം കളയാതെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഊരി മാറ്റുകയും ചെയ്യാം. കാരണം ഇത് പഴയ മോഡൽ ക്രാങ്ക് ഷാഫ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ പുതിയ മോഡലിൻ്റെ ഫ്ലൈ വീലും പിന്നെ കോർ അസംബ്ലി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം സാധനം ക്ലാസിക്കിൻ്റെ സെയിം സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഊരിയെടുക്കുകയും ചെയ്യും. ഊരി മാറ്റിയിട്ട് പഴയ ഡൈനോമ തന്നെ ഇതിനകത്ത് വേണ്ടവർക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് ഈ വണ്ടി ഒന്ന് കൊടുക്കുന്നത് നമുക്ക് ഈ ഇത്രയും കാശ് മുടക്കിയ ഒരു ഫംഗ്ഷൻ ഇത് കൊടുക്കേണ്ട, നമുക്ക് അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് നമ്മൾ ഇനി ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ആ വണ്ടിയിലോട്ട് കയറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതേ മോഡലിൽ തന്നെ ആ വണ്ടിക്ക് ചെയ്യുകയും ചെയ്യും. ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ വഴി കിടക്കാതെ 100% പക്കയായിട്ട് ഓടിക്കാം. അതാണ് ഈ വർക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ ഇതിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പഴയ മോഡൽ വണ്ടിയിൽ പിന്നെ സെൽഫ് സ്റ്റാർട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പഴയ മോഡൽ വണ്ടിയിൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടിയുടെ ഡൈനോമ ഉപയോഗിച്ചു, അതായത് ക്ലാസിക്കിൻ്റെ ഫ്ലൈ വീലും അതിൻ്റെ തന്നെ കോർ അസംബ്ലി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡൈനോമ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഡൈനോമയും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്കിലും സ്റ്റാർട്ട് ചെയ്യാം, പ്ലാറ്റിനം പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ക്ലാസിക് വണ്ടിയുടെ കമ്പനി ഇറക്കിയേക്കുന്ന അതേ സെയിം സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് പ്ലാറ്റിനം പോയിന്റിലും സ്റ്റാർട്ട് ചെയ്യാം, ഇലക്ട്രോണിക്കിലും സ്റ്റാർട്ട് ചെയ്യാം. പഴയ മോഡൽ വണ്ടിക്ക് സെൽഫ് വേണമെന്നില്ല. സെൽഫ് ഇല്ലാത്ത വാഹനങ്ങളിലും ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന് സെൽഫ് കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. സെൽഫ് ഇല്ലാത്ത വണ്ടിക്കും പുതിയ മോഡൽ ഡൈനോമോ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാലുള്ള ഗുണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടിയുടെ ക്ലാസിക്കിൻ്റെ കൂട്ടുള്ള ഡൈനോമോ കറക്റ്റായിട്ട് എപ്പോഴും ഫുൾ വോൾട്ടേജ് എപ്പോഴും കറക്റ്റായിട്ട് ഹെഡ്ലൈറ്റിനായാലും
ബാറ്ററിക്കായാലും കറക്റ്റ് രീതിയിലുള്ള വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകാതെ കറക്റ്റ് രീതിയിലുള്ള വോൾട്ടേജ് നമ്മുടെ വണ്ടിക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ പഴയ കവറിൽ തന്നെ പഴയ മോഡൽ ക്രാങ്ക് ഷാഫ്റ്റിൽ തന്നെ നമ്മുടെ പുതിയ മോഡൽ ഡൈനാമ നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്താൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഊരിങ്ങി മാറ്റുകയും ചെയ്യാം, പഴയ രീതിയിലേക്ക് ആക്കുകയും ചെയ്യാം. പുതിയ മോഡൽ ഡൈനാമ ഇപ്പോഴത്തെ ക്ലാസിക്കിൻ്റെ ഫ്ലൈ വീൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യും. പഴയ ക്രാങ്ക് ഷാഫ്റ്റിൽ തന്നെ, പഴയ മോഡൽ ക്രാങ്ക് ഷാഫ്റ്റിൽ തന്നെ. പഴയ മോഡൽ ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലൈ വീൽ ചാവി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുതിയ മോഡൽ ഫ്ലൈ വീലും അതിൻ്റെ തന്നെ കോയിലും കോർ അസംബ്ലി നമ്മളിത് സെറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാറ്റിനം പോയിന്റ് തന്നെ, വിൻറ്റേജ് രീതിയിൽ പ്ലാറ്റിനം പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ വിൻറ്റേജിന് വേണ്ടി നമ്മളിവിടെ പ്ലാറ്റിനം പോയിന്റിന് വേണ്ടി ഒരു സ്വിച്ച് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ പ്ലാറ്റിനം പോയിന്റിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും, അതിലേക്കുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കുക. അപ്പോൾ ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ പ്ലാറ്റിനം പോയിന്റ് നമ്മുടെ പഴയ സിസ്റ്റം തന്നെ. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ -C വന്നു. ഓൾറെഡി ഇതാണ്ട് പഴയ വണ്ടിയുടെ കൂട്ട് തന്നെ -C വന്നു. നമ്മൾ പഴയ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ട് തന്നെ പോസിറ്റീവ് ആക്കുക. ഇപ്പം പ്ലാറ്റിനം പോയിന്റിലാണ് സ്റ്റാർട്ടാകുന്നത്. ഇപ്പം ഇവിടെ ഒന്ന് കാണിക്കും. നമ്മളുടെ പ്ലാറ്റിനം പോയിന്റിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്ലാറ്റിനം പോയിന്റ് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് പ്ലാറ്റിനം പോയിന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാറ്റിനം പോയിന്റിൽ ഇത് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ പ്ലാറ്റിനം പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ ഊരി മാറ്റി. ഇനി നമുക്ക് ഈ വണ്ടി CDI വഴി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇലക്ട്രോണിക്. ഈ പ്ലാറ്റിനം പോയിൻറ്റിൻ്റെ സ്വിച്ച് നമ്മളിത് ഓഫ് ചെയ്യും.
ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫംഗ്ഷനും ബ്രേക്കായി, അവിടെ നമ്മൾ ഊരി വിട്ടു. ഇപ്പം പ്ലാറ്റിനം പോയിന്റിലല്ല, നെഗറ്റീവും പോസിറ്റീവും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇഗ്നിഷൻ കീ ഓണാക്കി, ഓണാക്കി നെഗറ്റീവും പോസിറ്റീവ് ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മളതിന് ഇലക്ട്രോണിക്കിലേക്ക് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് ഇലക്ട്രോണിക്കിലേക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ആണെന്നറിയാൻ വേണ്ടി നമുക്ക് പഴയ വണ്ടിക്ക് ന്യൂട്രൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ന്യൂട്രൽ ലൈറ്റിൻ്റെ ഫംഗ്ഷൻ ഇലക്ട്രോണിക്കിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ ന്യൂട്രൽ ലൈറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്ത്, അപ്പോൾ ഇലക്ട്രോണിക് ആണെന്ന് കസ്റ്റമറിനൊന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കിലാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്കിലാണ്, അപ്പുറത്ത് ചെന്നിട്ട് നോക്കിയാൽ അതറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം പ്ലാറ്റിനം പോയിൻ്റ് ഇല്ല, ഇലക്ട്രോണിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ 2 പ്ലഗിലും വർക്കിംഗ് ഉണ്ട്. ഒരു പ്ലഗ് ഊരി വിട്ട്, ഇപ്പോൾ ഞാൻ ഈ പ്ലഗ് ഊരി വിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പുറത്തെ പ്ലഗിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ പ്ലഗ് കണക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ പ്ലഗ് ഊരി വിടുവാണ്. ഇപ്പോൾ ആ പ്ലഗിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ CDA യൂണിറ്റിലാണെങ്കിലും പ്ലാറ്റിനം പോയിന്റിലാണെങ്കിലും 2 പ്ലഗ് ഒരേ സമയം വർക്ക് ചെയ്യും. ഇപ്പോൾ വീണ്ടും ഞാൻ ഈ പ്ലഗ് കണക്ട് ചെയ്യുക. ഇപ്പോൾ CD യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തമ്മിൽ ബീറ്റിന് വ്യത്യാസമുണ്ട്. അതായത് ഇലക്ട്രോണിക്കിലേക്ക് വരുമ്പം ഇച്ചിരി സ്പീഡ് കൂടുതലുള്ള ബീറ്റിലേക്കാണ് വരുന്നത്, എന്ന് വെച്ചാൽ ഹൈ സ്പീഡിലാണ് വരുന്നത്. പ്ലാറ്റിനം പോയിന്റിൽ വരുമ്പോഴത്തേക്ക് വിൻറ്റേജ് പഴയ സിംഗിൾ ബീറ്റ് പ്ലാറ്റിനം പോയിന്റിൽ കിട്ടും. ഇലക്ട്രോണിക്കിൽ അത് കിട്ടത്തില്ല. ഇലക്ട്രോണിക്കിൽ പക്ഷേ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിപ്പോവാം. മറ്റേത് കംപ്ലൈൻ്റ് ആയാലും ഇതിലും പോകും. അതാണ് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് കട്ട് ഓഫ് ആവും. ബാറ്ററി കറക്റ്റ്, അതായത് ആംബിയർ മീറ്റർ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കും ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ. ഇപ്പോൾ ആഴ്ചയായിട്ട് കൊടുക്കുമ്പോൾ ഫുള്ള് ആംബിയർ കാണിക്കുന്നുണ്ട്, ഫുൾ പവർ ആവാൻ. പക്ഷേ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഈ സൂചി സെൻറ്ററിൽ തന്നെ നിൽക്കുകയുള്ളൂ. പുതിയ മോഡൽ ക്ലാസിക്കിൻ്റെ കൂടെ ഫുൾ ചാർജ് കഴിഞ്ഞാൽ സെൻറ്ററിൽ തന്നെ. ബാറ്ററിക്ക് ലൈഫ് കൂടുതലായിരിക്കും. ഒരു കാരണവശാലും ബാറ്ററി കംപ്ലൈൻറ്റ് വരത്തില്ല. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല. പഴയ വണ്ടിക്ക് എപ്പോഴും ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് വഴി നിൽക്കത്തില്ലേ, ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്ത് ഒഴിവാക്കുക. കാരണം പുതിയ മോഡൽ വണ്ടിയുടെ ആൾട്രേറ്ററാണ് ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്നത്. ക്ലാസിക്കിൻ്റെ ആൾട്രേറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ സെയിം കോയിൽ, അതിൻ്റെ തന്നെ സെയിം റെക്ടിഫയർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റിനം പോയിന്റിൽ വർക്ക് ചെയ്യുമ്പോഴും 2 പ്ലഗിൽ വർക്ക് ചെയ്യും. അതും കാണിച്ചു. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്തു, ഇലക്ട്രോണിക് സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ ഇലക്ട്രോണിക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ പ്ലാറ്റിനം പോയിന്റ് നമുക്ക് കണക്ട് ചെയ്യും. ഇപ്പം നമ്മൾ പ്ലാറ്റിനം പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്ലാറ്റിനം പോയിൻ്റ് ഫംഗ്ഷൻ ഇവിടെ ഓണാക്കി നോക്കിയിട്ട് നമ്മളിവിടെ ഒന്ന് സ്പാർക്ക് നോക്കാം. സ്പാർക്കിങ്ങാണ്. ഒന്ന് ആമ്പ് പിടിച്ചിട്ട് നെഗറ്റീവും പോസിറ്റീവും പോകുന്നുണ്ടെന്ന് നോക്കും. ഓക്കെ അല്ലേ? ഇപ്പം പ്ലാറ്റിനം പോയിൻ്റായി. നമ്മൾ പ്ലാറ്റിനം പോയിന്റ് സ്റ്റാർട്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് സ്വിച്ച് ഓഫാണ്. ഇവിടെ ന്യൂട്രൽ ലൈറ്റിൻ്റെ ഫംഗ്ഷനും ഇല്ല. ഇപ്പോൾ പ്ലാറ്റിനം പോയിന്റ്, ഇപ്പോൾ പ്ലാറ്റിനം പോയിൻ്റ് വർക്ക്. ഐഡിലൊരു ശകലം കൂടി കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളുടെ നമ്പർ താഴെ നമ്മളുടെ ഇതിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതായിരിക്കും.